بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي المنان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولئك يسارعون في الخيرات وهم لها سابقون صدق الله مولانا العلي العظيم فقد قال رسول الله صلى الله عليه وسلم من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد من نصر أخيه من ستر عيب أخيه ستر الله عيبه يوم القيامة إلى آخر الحديث شفيعنا رسول الله പുകിന്താറിരുപേരും ആദിക്ഷണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പത്തി ചുഗന്ധയോടൊത്തതമ്മ ചൊരിന്ത് വരും വഴിക്കൊഴുകേതമ്മ നികരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ നേശത്തിരുമുമ്പിൽ കിടത്തിക്കൊണ്ടേ ഉഗന്ധേജിയള്ളോടവർ ചൊല്ലവേ ഉടയോൻ പുകഴ്ന്നിട്ടേ റസൂലുള്ളാഹേ പുകിന്താറിരുപേരും ആദിക്ഷണത്തിൽ പുകഴും ഹബീബുള്ള തിരുമുമ്പത്തി ചുഗന്ധയോടൊത്തതമ്മ ചൊരിന്ത് വരും വഴിക്കൊഴുകേതമ്മ. ബഹുമാനാന്തരവകൾ നടന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ദിവസത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടി ഇതുപോലെ അല്ലാഹുവിന്റെ അനുഗ്രഹീത സ്വർഗ്ഗത്തിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അല്ലാഹു അവന്റെ അളവറ്റ അപാര അനുഗ്രഹം കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നമ്മുടെ സഹോദരങ്ങൾ മാതാപിതാക്കൾ എല്ലാവർക്കും അല്ലാഹുവേ നീ പൊറുക്കണം റബ്ബേ. പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് നീ പൊറുക്കണം റഹ്മാനേ. അല്ലാഹുവേ അവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ദുനിയാവിൽ വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും പൊറുക്കണം റഹ്മാനേ. ഞങ്ങളുടെ ആഖിറത്ത് നന്നാക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹജ്ജിനും ഉംറയ്ക്കും പോകാനുള്ള ഭാഗ്യം നൽകണം റബ്ബേ. ഹജ്ജും ഉംറയും കഴിഞ്ഞ് വന്നവർക്ക് നീ അത് സ്വീകരിച്ച് അവരുടെ അമലുകളെല്ലാം സ്വീകരിച്ച് നല്ല ഉമ്മ പെറ്റ മക്കളെ പോലെ അവരെ നീ സ്വീകരിക്കണം റബ്ബേ. ദീർഘകാലം നമ്മോടൊത്ത് സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരായി ജീവിക്കാൻ നീ അവർക്ക് തൗഫീഖ് കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഞങ്ങളെയും നിന്റെ ഹബീബിന്റെ ചാരത്തടങ്ങുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. പ്രിയമുള്ളവരെ, പ്രളയം എന്നുള്ളത് ഏതൊരു നാട്ടിലെയും പ്രളയമോ ദുരന്തമോ അപകടങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ ഇതെല്ലാം അല്ലാഹു തആല വച്ചിരിക്കുന്ന ഒരു ശിക്ഷയാണ്. ഖുർആൻ പറയുന്നുണ്ട്, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഒരു മനുഷ്യന്റെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും അത് അല്ലാഹു തആല നിശ്ചയിച്ചതാണ്.
ഇവിടെ പ്രളയം ഉണ്ടായപ്പോ പലരും പറഞ്ഞു നമ്മളെ മലയാളികളുടെ കയ്യിലിരിക്കൊണ്ടാണ്, മലയാളി അരപ്പാളിയാണ്, ഇങ്ങനെ പല വർത്തമാനങ്ങൾ കൊണ്ടും എവിടെ ദുനിയാവിന്റെ എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവും. ചൈനയിൽ ചെന്നാലും, ഏത് രാജ്യത്ത്, യൂറോപ്പിലാവട്ടെ, ഏഷ്യയിലാവട്ടെ, ആഫ്രിക്കയിലാവട്ടെ, എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവും. മലയാളി അരപ്പാളിയാണ്. മലയാളിക്ക് എല്ലാം ഒരു പുല്ല് വിലയാണ്. അമേരിക്കയിൽ 4.5 മാസം കൊണ്ട് പെയ്യേണ്ട മഴയാണ് ഒറ്റ ദിവസം പെയ്യുന്നത്. ഒരു നാടിനെയും ഒരിക്കലും നമ്മൾ കളിയാക്കാൻ പാടില്ല. ഒരു മനുഷ്യനെ നിസ്സാരമാക്കാൻ പാടില്ല. ദുനിയാവിൽ ഒരു ജീവിയെ പോലും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. നമ്മൾ വിചാരിക്കുന്ന ദുനിയാവിലുള്ള ഉപകാരമാണ് എലി. നമ്മുടെ കടപ്പ മുഴുവൻ നശിപ്പിച്ചു കളയുന്ന എലി നമ്മുടെ വീടുകളിലും വരും മുറ്റത്തൊക്കെ, അല്ലേ? ഒരു ഉപകാരമില്ലാത്ത ഈ ജീവി മനുഷ്യന് ഉപദ്രവം മാത്രം വരുത്തുന്ന ജീവിയാണ്. എന്നിരുന്നാൽ തന്നെയും അല്ലാഹു തആല അതിനെ പടച്ചതിൽ എന്തെങ്കിലും ഒരു ഹിക്മത്ത് ഉണ്ടാകും. ഒരിക്കലും ഒരു ജീവിയെയോ മനുഷ്യനെയോ ഒരു ജനതയെയോ ഒരു സമൂഹത്തെയോ ഒരു മതത്തെയോ ഒരിക്കലും നിസ്സാരമായി കാണാൻ പാടില്ല. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങള് ഫിറഔന്റെ കാര്യം പറഞ്ഞപ്പോ അയാളുടെ പദവിയും അവന്റെ സ്ഥാനവും മാനിച്ചുകൊണ്ട് ലയ്യനായിട്ട് അവരോട് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഈ ഫിറഔ. ഖുർആൻ പേരെടുത്തുകൊണ്ട് പരാമർശിച്ച അല്ലാഹുവിനെയും ദീനിനെയും വെല്ലുവിളിച്ച ലോകം കണ്ട ഏറ്റവും വലിയ ശത്രുവാണ് ഫിറഔൻ. ആ ഫിറഔനോട് പോലും നിങ്ങൾ രണ്ടുപേരും ചെന്ന് സംസാരിക്കുമ്പോൾ വളരെ ലയ്യനായിട്ട് സംസാരിക്കാൻ പാടുള്ള. കാരണം അദ്ദേഹം ഒരു രാജാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ട പദവി അദ്ദേഹത്തിന് കൊടുക്കും. 100 ചില്ലാനും പേര് മരണപ്പെട്ടു. 170-200-ലധികം ആളുകളെ കാണാതായ ഒരു ദുരന്തമാണ് അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടായപ്പോ പല മലയാളി നമ്മുടെ കയ്യിൽ ഇരിപ്പുകൊണ്ടാണ്, മലയാളിയുടെ കുഴപ്പം കൊണ്ടാണെന്നൊക്കെ ഖുർആൻ പറയുന്നു. സൂറത്തുൽ ഹുജറാത്തിലൂടെ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം. ഒരു ജനതയും മറ്റൊരു ജനതയെ കളിയാക്കാൻ പാടില്ല. കളിയാക്കുന്നവർ കളിയാക്കപ്പെടുന്നവർ കളിയാക്കുന്നവരെക്കാൾ ഒരു പെണ്ണും മറ്റൊരു പെണ്ണുങ്ങൾ എന്താണ്, ഒരു പെണ്ണുങ്ങളും മറ്റൊരു പെണ്ണുങ്ങളെ കളിയാക്കാൻ പാടില്ല. കളിയാക്കപ്പെടുന്ന പെണ്ണുങ്ങൾ കളിയാക്കുന്ന പെണ്ണുങ്ങളെക്കാൾ ഖൈറായവരായേക്കാം. പ്രത്യേക എടുത്തു പറയുക മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹു പറയുക, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ, നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരിക്കലും മറ്റു ദൈവങ്ങളെ കളിയാക്കല്ലേ, മറ്റാരാധ്യ വസ്തുക്കളെ കളിയാക്കല്ലേ. നമ്മുടെ ചുറ്റും ജീവിക്കുന്നവർ, നമ്മൾ ഇസ്ലാമിക രാജ്യത്തല്ല നമ്മൾ ജീവിക്കുന്നത്, ഇസ്ലാമിക ശരീഅത്തനുസരിച്ചല്ല നമ്മുടെ രാജ്യം മുന്നോട്ട് പോണത്. ഇസ്ലാമിന്റെ രാജ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ബഹുദൈവ വിശ്വാസികൾ ഉണ്ടാകും, ഇതര മതസ്ഥരുണ്ടാകും. അവരുടെ ആരാധ്യ വസ്തുക്കളെ നമ്മൾ ബഹുമാനിക്കണം. മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെയും അവരുടെ ബിംബങ്ങളെയും എന്താണ് നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ കരിവാരി തേക്കാനോ പരിഹസിക്കാനോ കളിയാക്കാനോ പാടുള്ളതല്ല. നമ്മൾ കളിയാക്കാൻ പാടില്ല. അങ്ങനെ മുസൽമാന്റെ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വരികയില്ല എങ്കിലും ഖുർആൻ പറയുന്നത് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ്. മുഅ്മിനീങ്ങളിൽ നിന്നും ചിലപ്പോ ഇങ്ങനെയുള്ള കളിയാക്കലുകൾ വന്നേക്കാം എന്നുള്ളത് കൊണ്ട് മുഅ്മിനീങ്ങളെ തന്നെ വിളിച്ചുകൊണ്ടെന്ന് പറയുന്നു, ലാ യസ്ഖർ യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ നിങ്ങൾ മുഅ്മിനീങ്ങളാണ്, വിശ്വസിക്കേണ്ടതെല്ലാം വിശ്വസിച്ചവരാണ്. പക്ഷേ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹുന്ന, ഒരാളെ കളിയാക്കാൻ
നമ്മുടെ വീട്ടിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, അയൽപക്കത്താവട്ടെ, കൂട്ടുകാരുടെ ഇടയിലാവട്ടെ, ഷെയർ ബിസിനസ് ചെയ്യുന്നവർ തമ്മിലാവട്ടെ, ഹജ്ജിന് പോയവരാകട്ടെ, എങ്ങനെയായാലും ചിലരുണ്ട് ചില നാട്ടിൽ ഒരുമിച്ച് ഹജ്ജിന് പോണവരെ നല്ല കൂട്ടുകാരായിരിക്കും. പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ മരിക്കണവരെ രണ്ടുപേരും നേരം പോയില്ല. നബിതങ്ങൾ പറഞ്ഞ ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ രണ്ട് കാര്യം മതി. ഒന്ന്, രാത്രി അവന്റെ കൂടെ കഴിയുക. രണ്ട്, ഒരു സാമ്പത്തിക ഇടപാട് നടത്തുക. പിന്നെ മൂന്ന്, ഒരു യാത്ര ചെയ്യുക. ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ട് സത്യവിശ്വാസിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും. ഹജ്ജിന് പോണവരെ നല്ല കൂട്ടുകാരാണ്. ഒരുമിച്ച് പള്ളിയിൽ വരല്, ഒരുമിച്ച് വീട്ടിൽ നിസ്കരിക്കാൻ വരല്, പൊതു കൊടുക്കല്, ഒരേ ഡ്രസ്സുകളില്, പെരുന്നാളിന് അവിടെ പോക്ക് ഇവിടെ പോക്കെല്ലാം. ഹജ്ജിന് പോയിട്ട് വന്നിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ രണ്ട് നേരം നോക്കൂല. എന്താ കാരണം? അവര് പറയണത് അവിടെ ചെന്ന് കഴിയുമ്പോ അവരോടും പറയണത് രണ്ടുപേരും അംഗീകരിച്ചില്ല. പോയ യാത്രയിലൊക്കെ ഒച്ചപ്പാടും ബഹളവും തല്ലുവാറും. അപ്പൊ ഇങ്ങനെ ഒരു ജനതയെയും ഒരാളെയും പരിഹസിക്കാനോ കളിയാക്കാനോ പാടില്ല. അത് കളിയാക്കൽ തന്നെ വലിയ കുറ്റമാണ്. ഖുർആൻ പറയുന്നതാണ് സൂറത്തുൽ ഹുജറാത്തിലൂടെ, നമ്മൾ പരിഹസിച്ച പണ്ട് നമ്മൾ നല്ല കാലത്ത് ജീവിച്ച സമയത്ത് പാവപ്പെട്ട നമ്മള് അവനല്ലേ എന്ന് വിചാരിച്ച് പരിഹസിച്ച് ആള് ഒരു 10-20 വർഷം കഴിയുമ്പോ നമ്മളെക്കാളും നല്ല സാമ്പത്തിക ഡെവലപ്പ്, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലും ഇങ്ങനെ സെറ്റപ്പായി വരുമ്പോ നമ്മൾ പണ്ടാക്കിടുന്ന വാർക്ക വീട്ടിൽ തന്നെ ഇവൻ നല്ല 2-3 നില വീടൊക്കെ പണിത് വലിയ കാറൊക്കെ മേടിച്ച്, അപ്പൊ നമ്മുടെ മനസ്സിലും അന്നൊക്കെ എങ്ങനെ നടന്ന പുള്ളിയാണ്, എങ്ങനെ നടന്ന ആളാണ്. പക്ഷെ ഇപ്പൊ കണ്ടോ, അസൂയയും പാടില്ല, അസൂയ പാടില്ല. അതുപോലെ ഒരു മനുഷ്യനെയും ധിക്കാരപൂർവമോ അഹങ്കാരപൂർവമോ നോക്കാൻ പാടില്ല. അഹങ്കാരത്തോടുകൂടി എനിക്ക് ഇന്ന് ഇത്ര സാമ്പത്തികമുണ്ട്, ഇന്ന് ഇത്ര എന്താണ്, ഇത്ര ബിസിനസ് സാമ്രാജ്യങ്ങൾ എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കരിക്കുന്നവനെ അല്ലാഹു തആല അതാണ് ജനങ്ങളുടെ മുന്നിൽ ഇളിഭ്യനാക്കുന്നതാണ്. അബൂജഹൽ കളിയാക്കി, അല്ലാഹുവിന്റെ റസൂലിനെ അബൂജഹൽ കളിയാക്കി, അനന്തരമില്ലാത്തവനെ. എന്തൊരു കളിയാക്കലാണ്! നബിതങ്ങൾക്ക് 7 ആൺമക്കളാണ്, 7 മക്കളുണ്ടായി, 11 ഭാര്യമാരുണ്ടായി. അല്ലാഹുവിന്റെ റസൂലിന് മാരിയത്തുൽ ഖിബത്തി എന്ന അടിമ സ്ത്രീയിൽ ഉൾപ്പെടെ 7 മക്കളുണ്ടായി. 4 പെണ്ണും 3 ആണും. 3 ആണും മരിച്ചുപോയി, 3 പെണ്ണും മരിച്ചുപോയി. ഫാത്തിമ മാത്രമാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന സമയത്ത് ദുനിയാവിലുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ 7 മക്കളിൽ 3 ആണും മരിച്ചുപോയി, 3 പെണ്ണും മരിച്ചുപോയി. ഫാത്തിമ മാത്രമായപ്പോൾ അബൂജഹൽ കളിയാക്കിയടാ അനന്തരമില്ലാത്തവനെ. അങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ? ഖുർആൻ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ഉടനെ തന്നെ ആയത്തിറക്കി. എന്താ സൂറത്ത് തന്നെ? സൂറത്തുൽ കൗസർ. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്, ഏറ്റവും ചെറിയ 3 ആയത്തുള്ള ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ്. ഈ അധ്യായം ഇറങ്ങാൻ കാരണം അബൂജഹൽ നബിതങ്ങളെ കളിയാക്കി. അനന്തരമില്ലാത്തവനെ, ആൺമക്കളില്ലാത്തവനെ, നിന്റെ അനന്തര അവകാശം ഇനി എങ്ങനെയാണ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് അധ്യായം ഇറക്കി കൊടുക്കുന്നു. ഇന്നാ അഅതൈനാകൽ കൗസർ. നബിതങ്ങൾക്ക് ഭയങ്കര പ്രയാസമായി പോയി. 6 മക്കൾ മരിച്ച് വാപ്പ ജീവിച്ചിരിക്കുമ്പോ മക്കളുടെ കബറിലേക്ക് മുടപ്പലക വെച്ച് മണ്ണ് വെട്ടിയിട്ട് നിസ്കരിക്കുക എന്നുള്ളത് ഈ ദുനിയാവിൽ ഒരു മനുഷ്യനും താങ്ങാൻ പറ്റാത്ത പ്രയാസം. അങ്ങനെ വിഷമത്തിലിരിക്കുന്ന സമയത്ത് അനന്തരമില്ലാത്തവനെ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്താ? നബിതങ്ങൾക്ക് ഭയങ്കര പ്രയാസമായി പോയി. ഉടനെ ജിബ്രീൽ വന്ന് പറഞ്ഞു, ഇന്നാ അഅതൈനാകൽ കൗസർ. നബിയേ
തന്നില്ലയോ? ഇന്നാ അഅ്തൈനാകൽ കൗസർ, കൗസർ എന്ന ഹൗള് ഞാൻ അങ്ങേക്ക് തന്നില്ലയോ? മഴ്സറയിൽ എല്ലാ പ്രവാചകന്മാർക്കും ഒരു ഹൗളുണ്ട്. വഹൗലി, എന്റെ ഹൗളാൽ ഹൗലുൽ കൗസർ, ശഫീഉനാ റസൂലുള്ളാഹി. നമ്മളെപ്പോഴും ദുആ ചെയ്യുന്നതാണ്, നാളെ നിന്റെ ഹബീബിന്റെ തൃക്കരങ്ങൾ കൊണ്ട് ഹൗലുൽ കൗസറിലെ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുന്നവരാണ്. അതിന്റെ ശ്രേഷ്ഠതകൾ പഠിപ്പിക്കുന്നു. പിന്നീട് ഒരിക്കലും അവന് ദാഹമില്ല. തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുത്ത വെള്ളമാണ് ഹൗലുൽ കൗസറിലുള്ളത്. നബി തങ്ങളുടെ കൈ കൊണ്ട് ഹൗലുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ദുആ ചെയ്യുന്നതാണ്. നബിയേ, അങ്ങ് വിഷമിക്കില്ലേ നബിയേ? ആര് കളിയാക്കിയാലും ഇന്നാ അഅ്തൈനാകൽ കൗസർ, അങ്ങേക്ക് ഞാൻ കൗസർ എന്ന് പറയുന്ന ഹൗള് തന്നില്ലയോ നബിയേ? പിന്നെ എന്തിനു നബി പേടിക്കണം? ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അങ്ങ് നിസ്കരിക്കണേ, അങ്ങ് ഉളഹിയത്ത് കൊടുക്കണേ. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നിസ്കാരമാണ്. ഇസ്തിഖാറത്ത് ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടിൽ അത് മാറാൻ വേണ്ടി 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിക്കുന്ന മുസ്ലിമേ, അതിൽ നിനക്ക് നിസ്കാരം കഴിയുമ്പോ തീരുമാനമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് കാര്യം ഉദ്ദേശിച്ചാലും ആ കാര്യം എനിക്ക് ഹൈറാണെങ്കിൽ അത് എനിക്ക് വേണം, ഷർറാണെങ്കിൽ അത് എന്നിൽ നിന്ന് നീങ്ങിപ്പോണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ന കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുന്നതോടുകൂടി ഹൈറാണെങ്കിൽ അല്ലാഹു അവനെ എത്തിച്ചു, ഷർറാണെങ്കിൽ അത് അവനിൽ നിന്നും അല്ലാഹു നീക്കി കളഞ്ഞിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്, ഏതേത് പ്രശ്നങ്ങൾ നബി തങ്ങളുടെ അടുക്കൽ വന്നാലും നബി തങ്ങൾ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കുന്നതാണ്. മഅ്ശറയിൽ എന്റെ ഉമ്മത്തദാ വെന്തുരുകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്നുകൊണ്ട്, അർശിന്റെ മധ്യഭാഗത്ത് സുജൂദിൽ കിടന്നുകൊണ്ട് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അല്ലാഹു പറയുന്നു, ഇർഫഅ റഅസക യാ റസൂലല്ലാഹ്, തല ഉയർത്തി നബിയേ, സഅലക ചോദിക്കു നബിയേ, സഅൽതുക യാ റസൂലല്ലാഹ്, എന്ത് ചോദിച്ചാലും അങ്ങേക്ക് ഞാൻ തരുമല്ലോ നബിയേ, അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത്? നബിക്ക് എന്ത് പ്രയാസം വന്നാലും നബി തങ്ങൾ ചെയ്യുന്നത് നിസ്കാരമാണ്. എവിടുന്ന് കിട്ടി? ഖുർആൻ പറഞ്ഞു, അബൂജഹൽ കളിയാക്കിയപ്പോൾ നബിയേ, അങ്ങേക്ക് ഞാൻ ഹൗലുൽ കൗസർ തന്നില്ലേ നബിയേ? ഇന്നാ അഅ്തൈനാകൽ കൗസർ, കളിയാക്കിയ അബൂജഹലിനോട് പോകാൻ പറയൂ നബിയേ, അങ്ങേക്ക് ഞാൻ കൗസർ തന്നില്ലയോ? പിന്നെയോ പറയുന്നു, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അല്ലാഹുവിന് വേണ്ടി അങ്ങ് നിസ്കരിക്കൂ നബിയേ, വൻഹർ ഉളഹിയത്ത് അറുക്കുകയും ചെയ്യൂ നബിയേ. ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തീർച്ചയായും നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ തന്നെയാകുന്നു വാലറ്റവൻ. നിന്നോട് വിദ്വേഷം പറഞ്ഞ് കളിയാക്കിയവൻ തന്നെയാണ് അനന്തരാവകാശം മുറിഞ്ഞവൻ. അങ്ങയെ പരിഹസിച്ച അബൂജഹൽ തന്നെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അനന്തരാവകാശം ഇല്ലാത്തവൻ. ഖുർആനാണ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ ഉംറയ്ക്കും ഹജ്ജിനും പോയവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും, അബൂജഹലിന്റെ വീടാണ് അവിടെ മുത്തറബരയായിട്ട്. അല്ലാഹു തആല പറയുന്നു, കളിയാക്കരുത്, ഒരു മനുഷ്യനെയും കളിയാക്കരുത്. നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോയാൽ നമ്മൾ പുറത്തു പറയാൻ പാടില്ലാത്ത 7 കാര്യങ്ങളുണ്ട്. ഒരാളോടും നമ്മൾ പറയാൻ പാടില്ല. നല്ലൊരു കാര്യം ഉദ്ദേശിച്ച് നമ്മള് എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ നമ്മുടെ കുടുംബക്കാരോടെങ്ങാനും പറഞ്ഞു പോയാൽ പിന്നെ ആ കാര്യം ജീവിതത്തിൽ നടക്കും. കണ്ണ് അൽ ഐനു ഹഖ്കുൻ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മുടെ ഏറ്റവും വലിയ
കണ്ണു വെക്കണം. നമ്മുടെ മാതാപിതാക്കൾ അവിടെ ചിലപ്പോൾ അവര് വേറെ ഒന്നും കൊണ്ടുപോകില്ല, ജീവിക്കണം ചിലപ്പോൾ ഇളയ മകളുടെ അടുത്ത് അല്ലെങ്കിൽ മൂത്ത ഏതെങ്കിലും മകളുടെ അടുത്തൊക്കെ ആയിരിക്കാം. എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ തുടങ്ങുകയോ സംരംഭങ്ങൾ ആരംഭിക്കുകയോ ചെയ്താൽ അത് നടന്നതിന് ശേഷം അല്ലെങ്കിൽ നടക്കുന്നതിന്റെ തലേ ദിവസം മാത്രം അത് പറയാൻ പറ്റും. ഒരു ബിസിനസ് ആവട്ടെ, ഒരു വീടാവട്ടെ, ഒരു കാറാവട്ടെ, എന്തുമാവട്ടെ, നല്ല കാര്യം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ടെങ്കിൽ നാമും നമ്മുടെ ഭാര്യ നമ്മുടെ മക്കളും ഒരു വീടിന്റെ ഉള്ളിൽ 4 ഭിത്തിയുടെ ഉള്ളിലുള്ളവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, ഷെയർ ചെയ്യാം. വേറെ ദുനിയാവിലൊരാളോട് ആ കാര്യം നടക്കുന്നതിന് മുമ്പേ പറഞ്ഞാൽ പിന്നെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത 7 കാര്യങ്ങളുണ്ട്. അല്ലാഹുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, ഞാൻ എന്റെ റബ്ബിനോടുള്ള എന്റെ ബന്ധം അതൊരിക്കലും ഞാൻ മറ്റൊരാളോട് പറയാൻ പാടില്ല. ഞാൻ എന്റെ റബ്ബിനോട് എങ്ങനെയാണോ എന്റെ വിശ്വാസം, ഞാൻ സലാത്ത് ചൊല്ലുന്നു, ദിക്ർ ചൊല്ലുന്നു, യാസീൻ ഓതുന്നു, നിസ്കരിക്കുന്നു, സുജൂദ് ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു, വാക്യം മുഴുവൻ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ദുനിയാവിൽ ഒരാളോടും പറയാൻ പാടില്ലാത്ത 7 കാര്യങ്ങളിൽ ഒന്ന് പെട്ടെന്ന് പറയുകയാണ്. 7 കാര്യങ്ങളിൽ ഒന്ന്, നാമും നമ്മുടെ അല്ലാഹുവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ലോകത്തൊരു പഴുപ്പിനോടും പറയാൻ പാടില്ല. അല്ലാഹുമായിട്ടുള്ള ബന്ധം അത് വേറെ. എന്റെ മനസ്സിൽ അല്ലാഹു എങ്ങനെയാണോ അതാണ് അല്ലാഹുവിനെ ഞാൻ. എന്റെ റബ്ബ് എനിക്ക് തരുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ റബ്ബ് എനിക്ക് അപ്പൊ ഇതൊരാളോട് പറയരുത്. എന്റെയും നിങ്ങളുടെയും അല്ലാഹുമായിട്ടുള്ള ബന്ധം. രണ്ടാമത്, ഭാര്യയുടെ കുറവുകൾ മറ്റൊരാളോട് പറയല്ലേ. ഈ ദുനിയാവിലെ ഏറ്റവും കെട്ടവനാണ് സ്വന്തം ഭാര്യയുടെ എത്ര കൊള്ളൂല. 2 നബിയുടെ ഭാര്യമാരെ അല്ലാഹു തആല ഉപ്പുപാറയാക്കി കളഞ്ഞു. 2 പ്രവാചകന്മാരുടെ ഭാര്യമാരെ അല്ലാഹു തആല എന്താണ് ഉപ്പുപാറ കല്ലാക്കി കളഞ്ഞു. ഭാര്യയുടെ രഹസ്യം നമ്മൾ പരസ്യമാക്കാൻ പാടില്ലാതെ തെറ്റാണ്. മൂന്നാമത് പറയുന്നു, നമ്മുടെ സ്വന്തം തെറ്റുകൾ പരസ്യമാക്കരുത്. നാം ചെയ്യുന്ന തെറ്റുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന തെറ്റ് മറ്റൊരാളോട് പറഞ്ഞത് ആസ്വദിക്കാൻ പാടില്ല. എന്ത് തെറ്റായാലും നമ്മൾ ചെയ്യുന്ന തെറ്റ് അല്ലാഹു തആല മറച്ചു വെച്ചു, പിന്നെ നമ്മളത് പരസ്യമാക്കണം. നമ്മൾ ചെയ്യുന്ന തെറ്റ് അത് പരസ്യമാക്കാൻ പാടില്ല. അത് പൊറുക്കുന്നവൻ അല്ലാഹു തവ്വാബുർ റഹീം. എടാ കള്ളു കുടിക്കുന്നവനെ, എടാ കള്ളു കുടിയാ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം കഴിഞ്ഞു പോയപ്പോ ഗേറ്റിന്റെ അവിടെ ഉള്ള ഒരാളെ കണ്ടപ്പോ കള്ളു കുടിയാ നന്നാവൂല എന്ന 5 നേരം നിസ്കരിക്കുന്ന ആളാ പറഞ്ഞിട്ട് പോയത്. അടുത്ത വക്കത്തിന് അവനെ കള്ളുകുടിയനാക്കാൻ അല്ലാഹു കഴിവുണ്ട്. അടുത്ത വക്കത്തിന് അവൻ ചിലപ്പോൾ പള്ളിയിൽ വരുമ്പോ കള്ളുകുടിച്ചുകൊണ്ടായിരിക്കും. പാടില്ല നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ തെറ്റുകൾ പരസ്യമാക്കാൻ പാടില്ല. നാലാമത്തത് നമ്മുടെ ദുർബലത, നമ്മുടെ ബലഹീനത. ഒരിക്കലും പണ്ട് കാലത്താണ് കണക്കൊക്കെ ഒരു ചെല്ലുണ്ട്, ആണിന്റെ ശമ്പളവും പെണ്ണിന്റെ വയസ്സും പറയരുത്. ആണിന്റെ ശമ്പളം പെണ്ണിന്റെ, നമ്മുടെ ഭാര്യമാർക്ക് പോലും അറിയരുത് നമ്മുടെ സാമ്പത്തിക സ്രോതസ് എന്തോരുണ്ടെന്ന് അവിടെ വിലയിരുത്തപ്പെടും. നമ്മുടെ ബലഹീനത അത് മറ്റൊരാളെ നിങ്ങൾ അറിയിക്കാൻ പാടില്ല. മറ്റൊരാളോടും പറയാൻ പാടില്ലാത്ത 7 കാര്യങ്ങളിൽ 5-മത്തത് നമുക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ. നമുക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ ഭാര്യയോട് നമ്മൾ ആരോടും പറയരുത്, നമ്മുടെ മനസ്സിലിരിക്കണം. എന്നിട്ടോ വന്നതിന് ശേഷം പറയാം. ഖുർആൻ പറയുന്നു, നിനക്കുണ്ടായിത്തീരുന്ന നിയമത്തുകളെ കുറിച്ച് നീ സംസാരിക്കണം, വാചാലനാകണം. പക്ഷെ അത് നാട് നീളെ ഞാൻ അങ്ങനെ ചെയ്തു ഉള്ള ചായക്കടയിലും ബീഡിക്കടയിലും പത്രത്തിൽ വരാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരോടും പറഞ്ഞു പറയാൻ പാടില്ല. നമുക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ അത് രഹസ്യമായി റബ്ബിനെ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെയോ 6-മത്തത് നമ്മുടെ സാമ്പത്തികം. ഒരിക്കലും നമ്മുടെ സാമ്പത്തികം മറ്റൊരാളോട് പറഞ്ഞു നടക്കരുത്. അവിടെ ഇന്ന വരുമാനം, ഇങ്ങനെ നമ്മുടെ വരുമാനവും സാമ്പത്തിക സ്രോതസ്സും ഒരാളോട് പറയുന്നത്. അല്ലാഹുവിനോട് പറയാ, അല്ലാഹുവിനോട് ദുആ ചെയ്യാ, പാവങ്ങളെ സഹായിക്കുക. 7-മത്തത്
മക്കളുടെ തെറ്റുകൾ, നമ്മുടെ സ്വന്തം മക്കളുടെ തെറ്റുകൾ കുറ്റം ചെയ്യുന്നവരാണ്. അത് ഈ ജനറേഷന്റെ കുഴപ്പം. ആൽഫ ജനറേഷൻ, ഓരോ ജനറേഷനും ഈ 2000-ന് ശേഷമുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ അവർക്ക് വലിയ പ്രതിബദ്ധതയൊന്നുമില്ല. അവർക്ക് സ്വാർത്ഥ ചിന്താഗതിയാണ്. ഒരു മൊബൈൽ അവന്റെ സുഖം, അവന് ഇഷ്ടപ്പെട്ടത് അവൻ കേൾക്കും, അവനെ ഹെഡ്സെറ്റ്, അവന്റെ മൊബൈൽ, അവന്റെ നെറ്റ്, അങ്ങനെ ആ ഒരു ചിന്തയാണ്. മൊത്തത്തിൽ കുട്ടികളെ കുറ്റം പറയണല്ല, നമ്മുടെ മക്കളുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് നമ്മൾ പറയാൻ പാടില്ല. ഇത് നമ്മൾ പറയാൻ പാടില്ലാത്ത 7 രഹസ്യങ്ങളിൽ 7 കാര്യങ്ങളിലാണ്. 7 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും മറ്റുള്ളവരോട് പറയാൻ, അള്ളാഹിനോട് പറയാം, മക്കളുടെ കാര്യം റബ്ബിനോട് പറയാം. മാതാപിതാക്കൾ മക്കൾക്കെതിരെ ചെയ്യുന്ന ദുആയാണ് ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ദുആ. അവരെ എന്തെങ്കിലും വിധത്തിൽ വിഷമിക്കുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവുകയോ ചെയ്താൽ അവർ ചെയ്യുന്ന ദുആക്ക് ഒരു മറയില്ല. പക്ഷെ അതിന് ന്യായമുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ശിക്ഷയോ അല്ലെങ്കിൽ അതിന്റെ അദാബോ നമുക്ക് കേൾക്കുകയുള്ളൂ. അല്ലാഹു കാക്കുമാറാവട്ടെ. ഇതുപോലെ ദീനിയായ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാ, മറ്റുള്ളവരെ പരിഹസിക്കാനോ കളിയാക്കാനോ ഒന്നിനും നിൽക്കരുത്. അല്ലാഹു തആല വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ കോപമുള്ള ഒരു കാര്യമാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യാൻ 250 രൂപ, ഒരു സഹോദരൻ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി 10,000 രൂപ, മറ്റൊരു സഹോദരൻ സ്ഥലം വാങ്ങുന്നതിലേക്ക് 25,000, സ്വലാത്തിലേക്ക് ഭക്ഷണം തരുന്ന സഹോദരൻ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വീട് സന്ദർശനം നടത്തിയപ്പോൾ ഒരു ഓഫർ നൽകിയത് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥലം വാങ്ങുന്നതിലേക്ക് വീട് കയറുന്നുണ്ട്. അതുപോലെ മാസം തോറും നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസ് ഈ ഞായറാഴ്ചയാണ്. മഗ്‌രിബ് നിസ്കാരാനന്തരം എല്ലാവരും അതിൽ ഭാഗവാക്കാകണം. അതുപോലെ പുറത്തൊരു സഹോദരൻ, പ്രായം ചെന്ന ഒരു സഹോദരൻ സഹായവുമായി വന്നിട്ടുണ്ട്. മരിച്ചുപോയ കാരണവന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മകന്റെ ജോലിയിൽ ബർക്കത്ത് ലഭിക്കാൻ, ജോലി കിട്ടാൻ, മക്കൾക്ക് ജോലി ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ, എല്ലാവിധ ബർക്കത്തിനും റഹ്മത്തിനും വേണ്ടി ദുആ ചെയ്യാൻ, ഇന്നത്തെ ഭക്ഷണത്തെയും നമ്മുടെ സ്വലാത്തിന്റെ ഭക്ഷണത്തിലേക്ക് ഏറ്റിരിക്കുന്ന സഹോദരൻ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സ്ഥലത്തിലേക്ക് ഒരാൾ 15,000 രൂപ, മറ്റൊരാൾ 10,000 രൂപ, വേറൊരാൾ 5,000 രൂപ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹുവേ സ്ഥലം നിർമ്മിക്കുന്നതിലേക്ക് 25,000 രൂപ തന്ന സഹോദരനുണ്ട് റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ദീനിന് വേണ്ടിയാണ്, ദീനി സ്ഥാപനത്തിന് വേണ്ടിയാണ്, നീ സ്വീകരിക്കണേ റഹ്മാനേ. 15,000 തന്നു സ്വീകരിക്കണേ റബ്ബേ, 10,000 തന്നു കബൂലാക്കണേ അല്ലാഹ്. 5,000 തന്നു സ്വീകരിക്കണേ റബ്ബേ. എന്തെന്ത് മുറാദാണെങ്കിലും ആസിനാക്കണേ റബ്ബേ, എന്തെന്ത് രോഗമാണെങ്കിലും ശിഫയാക്കണേ റബ്ബേ. മക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്, കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് മക്കളോ മാതാപിതാക്കളോ കുടുംബമോ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഈ സ്വതക്കയുടെ ബർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആമീൻ പറയുന്ന ഞങ്ങൾ ഓരോരുത്തരെയും സ്വീകരിക്കണേ റബ്ബേ. പള്ളിക്ക് വേണ്ടി ചെയ്തവരാണ്, കൊടുത്തവരാണ്, ഹദിയ നൽകിയവരാണ്, സ്ഥലമേറ്റെടുത്തവരാണ്. ഒരാളെയും നീ പാഴാക്കല്ലേ അല്ലാഹ്. മരണപ്പെട്ടു പോയവന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 250 രൂപ സ്വീകരിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹുവേ. സ്വലാത്തിലേക്ക് ഭക്ഷണം എത്തിയിരിക്കുന്ന സഹോദരൻ വിവിധങ്ങളായ മുറാദുകൾ പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞു, നീ സ്വീകരിക്കണേ അല്ലാഹ്.
നീ കബൂലാക്കണേ അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. ഉള്ള ജോലികളിൽ ബറക്കത്ത് ചൊരിയണ റബ്ബേ. കുടുംബജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. മരിച്ചുപോയവരെ അവരുടെ ഖബറിടങ്ങൾ നീ സ്വർഗ്ഗമാക്കണേ റബ്ബേ. ഇവിടെ ഉസ്താദന്മാർക്ക് ഭക്ഷണം തരുന്നവരുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ. ഉസ്താദന്മാർക്ക് ജീവിത വിഭവങ്ങൾ തരുന്നവരുണ്ട്, നീ കബൂലാക്കണേ റഹ്മാനെ. അതെല്ലാം നിന്റെ ദീനിനെ സഹായിക്കുന്നതായി നീ സ്വീകരിക്കണേ അല്ലാ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗീയ ഭക്ഷണം നീ അവർക്ക് പകരം കൊടുക്കണേ അല്ലാ. അവരുടെ ബിസിനസ്സുകളിൽ കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. പള്ളിയിലെ ബക്കറ്റ് വരിയുമായി വരുമ്പോൾ അതിൽ പൈസ നിക്ഷേപിക്കുന്നവരുണ്ട്, സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ റബ്ബേ. കാലഘട്ടത്തിന്റെ ഒരു ദുർഗുണത്തിലും ഞങ്ങളുടെ മക്കളെ നീ പെടുത്തല്ലേ റബ്ബേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടിൽ അകപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ക്യാൻസർ, ട്യൂമർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ റബ്ബേ. സമ്പാദ്യം മുഴുവനും ഹോസ്പിറ്റലിൽ വലിച്ചെറിയുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളുടെ ആഖിറത്ത് നന്നാക്കണം അല്ലാ. അല്ലാഹുവേ, ജൂലൈ മാസം 7-ാം തീയതി മുതൽ 31-ാം തീയതി വരെ 2026 ഹജ്ജിന് അപേക്ഷ കൊടുക്കുന്ന സമയമാണ്. ഇബ്രാഹിം നബിയുടെ വിളിക്ക് ഉത്തരം കേട്ടവരെല്ലാം ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി പോകാനുള്ള മഹാസൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജനങ്ങളെല്ലാവരെയും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ആ പുണ്യഭൂമിയിൽ പോകാനുള്ള മഹാസൗഭാഗ്യം നീ കൊടുക്കണേ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്.